പ്രൈസ് ലോർഡ് പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ കഥ പറയാം. കാട്ടിൽ രണ്ട് പൂച്ചകൾ തമ്മിൽ ഭയങ്കര വഴക്കായി. ഒരു കഷ്ണം കേക്കുണ്ട്, അവർക്ക് തുല്യമായി അത് വീതിക്കണം. അങ്ങനെ അവർക്കത് പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഒരു കുരങ്ങനെ സമീപിച്ചു. ഞങ്ങളുടെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണമേ എന്ന് പറഞ്ഞു. കുരങ്ങൻ വഴക്ക് കേട്ടിട്ട് പറഞ്ഞു, കൊള്ളാം, ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുരങ്ങൻ ഒരു ത്രാസ് എടുത്തു. ആ ഒരു കഷ്ണം കേക്ക് രണ്ടായി മുറിച്ച് ഓരോ ത്രാസിന്റെ തട്ടിലും വെച്ചു. ഒരു ഭാഗം താഴുകയും മറ്റേ ഭാഗം ഉയർന്നിരിക്കുകയും ചെയ്തു. ഉയർന്നിരിക്കുന്ന ഭാഗത്തിലെ കേക്ക് എടുത്ത് കുരങ്ങൻ ഒരു കടി കടിച്ചു. എന്നിട്ട് പിന്നെയും അതിൽ വെച്ചു. അപ്പോഴിതാ മറ്റേ ഭാഗം ഉയർന്നിരിക്കുന്നു. ആ കേക്കും എടുത്ത് കുരങ്ങൻ ഒരു കടി കടിച്ച് അവിടെ വെച്ചു. അപ്പോഴിതാ മറ്റേ ഭാഗം ഉയർന്നിരിക്കുന്നു. അങ്ങനെ മാറി മാറി കുരങ്ങൻ ആ കേക്കുകൾ കടിച്ച് അവിടെ വെച്ച് അവസാന കേക്കുകളെല്ലാം തീർന്നുപോയി. കുരങ്ങൻ പറഞ്ഞു, കേക്കെല്ലാം തീർന്നുപോയി, നിങ്ങളുടെ വഴക്ക് നിർത്തിയിട്ട് നിങ്ങൾ പോവുക. ഇത് ചെറിയൊരു തമാശ കഥയാണെങ്കിലും ഇതിൽ നാം ചിന്തിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. പലപ്പോഴും കുടുംബജീവിതത്തിലും കൂട്ടുകാർ തമ്മിൽ അല്ലെങ്കിൽ മറ്റ് ഏതെല്ലാം മേഖലയിൽ ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്നാൽ ഈ ഇടനിലക്കാർ കാരണമാണ് പലപ്പോഴും ചെറിയ വിഷയം വലുതാകുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദേശങ്ങൾ വീതിച്ചു കൊടുക്കുന്നതിൽ ദൈവമായിരുന്നു മുന്നിൽ നിന്നത്. ദൈവം കൽപ്പിച്ചു, ഇന്ന ആൾക്ക് ഇത്ര കൊടുക്കണമെന്ന് കൽപ്പിച്ചു. അത് ശുശ്രൂഷകർ കൃത്യമായി ചെയ്തു. മനുഷ്യർ ഒരു പക്ഷെ അത് വീതിച്ചു കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും ആവശ്യമായ നീതി ലഭിച്ചിട്ടുണ്ടാവില്ല. ദൈവത്തിന് മാത്രമേ ഇരു കൂട്ടർക്കും ആവശ്യമായ നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വരുന്ന പ്രശ്നങ്ങൾക്ക് നാം പലപ്പോഴും മനുഷ്യരെയാണ് ഇടനിലയായി കാണുന്നത്. എന്നാൽ എത്ര പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ ആളുകളെയുമല്ല, എന്നാൽ പലർക്കും ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ പറയട്ടെ, സർവശക്തനായ യേശുക്രിസ്തുവിനെ നമുക്ക് മധ്യസ്ഥയായി നിർത്തിയാൽ നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾക്ക് ആവശ്യമായ നീതി ലഭിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ആ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് അല്പനേരം കൂടി ആലോചിച്ച് അല്ലെങ്കിൽ ഒരു ധാരണയിൽ അത് വിഭാഗിച്ചെങ്കിൽ അവർക്ക് കേക്കെങ്കിലും അല്പമെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ഇടനിലക്കാരനായ ഒരു കുരങ്ങൻ വന്നതുകൊണ്ട് അവർക്ക് ഒന്നുപോലും കിട്ടാതെ നിരാശരായി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഇടനിലക്കാർ വരുമ്പോൾ നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള വഴികളെല്ലാം അടയപ്പെടുകയാണ്. പ്രിയരെ, നാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങൾ മധ്യസ്ഥ വെക്കുക. ഇരു കൂട്ടർക്കും നടുവേ ദൈവത്തിൻ്റെ വചനം മധ്യസ്ഥ വെക്കുക. എന്നിട്ട് സംസാരിക്കുക, എന്നിട്ട് ചിന്തിക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കർത്താവിനാൽ ഇരു കൂട്ടർക്കും ഒരേപോലെ നീതിയും ന്യായവും ലഭിക്കുവാൻ ഇടയായിത്തീരും. ദൈവം അതിനായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.